ഭാഗമായിട്ടാണ്. അതായത് 171 വർഷങ്ങൾക്ക് മുൻപ് 1855 ചിങ്ങമാസത്തിലെ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആ ചതയൻ നക്ഷത്രത്തിൽ രാവിലെ ഉദിച്ചുയരുന്ന സൂര്യന് ഒപ്പം മറ്റൊരു സൂര്യൻ കൂടി അന്ന് ഉദിച്ചുയർന്നു. ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ പരമസാത്വികയായ കുട്ടിയമ്മയുടെയും വിദ്വാനായ മാടനാശാന്റെയും മകനായിട്ട് ജനിച്ചുവെങ്കിലും ഭഗവാൻ അവതാര പുരുഷനായിരുന്നു. എല്ലാവർക്കും അറിയാം. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്തിനാണ് ജനിച്ചത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഞാനിവിടെ തുടങ്ങാൻ പോകുന്നത് DMAയുടെ പ്രസിഡന്റ് ഷാജി സാർ അല്ലേ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതിന്റെ മൂല കാരണത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ ഈ ഒരു വീട്ടിൽ ഈ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്ത് ഭഗവാന്റെ കൃതികൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഗ്രന്ഥം വീട്ടിൽ വെച്ചിട്ട്, ഇത് ശരിക്കും 295 മന്ത്രങ്ങളാണ് ഇതിലുള്ളത്. ഇത് ശ്രീനാരായണ ധർമ്മം, ഇതിന് ശ്രീനാരായണ സ്മൃതി എന്നൊരു പേരുമുണ്ട്. നമുക്ക് മനുസ്മൃതിയൊക്കെ കേട്ടിട്ടുണ്ട്, യാജ്ഞവൽക്യ സ്മൃതി, അതുപോലെയുള്ള. അതെന്താണ് സ്മൃതികൾ എന്ന് പറയുന്നത്? നമുക്ക് ധർമ്മശാസ്ത്രത്തിൽ നോക്കിയാൽ സ്മൃതികളുമുണ്ട്, ശ്രുതികളുമുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രോതം ചെയ്യപ്പെട്ടത്, നമ്മൾ കേട്ട, അതായത് പണ്ട് കാലത്ത് ഋഷീശ്വരന്മാര് ഗുരുക്കന്മാര് തങ്ങളുടെ ശിഷ്യന്മാരെ അടുത്തിരുത്തി അവർക്ക് വായ്മൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ശ്രുതികളാണ്. വേദം, നമ്മുടെ 4 വേദങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, അതുപോലെ തന്നെ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഇതൊക്കെ ശ്രുതിയാണ്. സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനനുസരിച്ച് ആ കാലത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കാട്ടിത്തരുന്ന ഗ്രന്ഥങ്ങളാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ. അങ്ങനെയാണ് പഴയ കാലത്ത് മനുസ്മൃതിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനുസ്മൃതിയെ നമ്മളിന്ന് കുറ്റം പറയുമെങ്കിലും മനുസ്മൃതിയുടെ കാലം അതായിരുന്നു. നീതി, ചാതുർവർണ്ണ്യമൊക്കെ ഉണ്ട്, അന്നതായിരുന്നു. ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പൊ ഭഗവാൻ അവതരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ചാതുർവർണ്ണ്യം മൂലം ഏറ്റവും കൂടുതൽ സ്വാമി വിവേകാനന്ദൻ അന്ന് കേരളത്തിൽ വന്നിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞ ആ ഒരു അവസരത്തിലാണ്, അതിനുശേഷമാണ് ഭഗവാൻ തന്റെ അതായത് ഭഗവാന്റെ ശ്രീനാരായണ ധർമ്മം തന്റെ ദർശനത്തിലൂടെ നമ്മെ